ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രണ്ട് സ്ഥലത്തെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് നീലേശ്വരത്തെയും അതുപോലെ തന്നെ വീരമലക്കുന്ന്. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഒരു പ്രതിഷേധം. ആ പ്രതിഷേധം നടക്കുന്നത് നീലേശ്വരം ടൗണിലാണ്. നീലേശ്വരത്ത് പഴയ പാലം നിലനിർത്തിയിട്ട് പുതിയതായിട്ട് ഒരു പാലം പണിതിട്ടുണ്ട്. അത് 3 വരി പാത കേട്ടോ. 1957 പഴയ നീലേശ്വരം പാലം പണിതിരിക്കുന്നത്. അതിനുശേഷം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടാണ് പിന്നീട് ഗതാഗതം അതിന്റെ മുകളിൽ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ 6 വരിപ്പാതയെ ബന്ധപ്പെട്ടിട്ട് നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ട് പുതിയ ഒരു പാലം പണിതിട്ടുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടും അതുപോലെ തന്നെ നീലേശ്വരം ടൗൺ, നിങ്ങൾക്കറിയാം നീലേശ്വരം ടൗണിനെ കുറിച്ച് അത്യാവശ്യം നല്ല വലിയ ടൗൺ തന്നെയാണ്. അപ്പം അതിന്റെ സെന്റർ കൂടെ കീറി മുറിച്ച് പോകുന്ന മാതിരിയാണ് 2 അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് പണിത 3 വരി പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കണ്ട പഴയ പാലം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടില്ല. 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ മാത്രമേ പണിതിട്ടുള്ളൂ. മഴ കാരണം നല്ല വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. പിന്നെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ പാലും പുതിയ പാലും തമ്മിൽ നല്ല ഉയര വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഈ ഭാഗം കണ്ട നിങ്ങൾ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇടതുഭാഗത്തുള്ള പോക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നേരെ 6 വരിപ്പാലം കടന്ന് മറുഭാഗം പോകേണ്ടി വരും. എന്നിട്ട് വേണം യൂട്ടേൺ ഒക്കെ തിരിച്ചറിയണം അപ്പുറത്തുള്ള അണ്ടർപാസിന്റെ കൂടെ. അപ്പൊ ഇവിടെ ഈ നീലേശ്വരം ടൗണിൽ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ 6 വരിപ്പാത കടന്നു പോകുന്നതും. അതുപോലെ തന്നെ 2 അണ്ടർപാസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് വേണമെന്നാണ് ഇവർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 72 ദിവസം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അവരുടെ പ്രതിഷേധം. അപ്പം അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാശപാത സിന്ദാബാദ്. വേണം വേണം ആകാശപാത. വേണം വേണം ആകാശപാത. വേണം വേണം ആകാശപാത. വേണം വേണം ആകാശപാത. ജനകീയ സമരസമിതി സിന്ദാബാദ്. ജനകീയ സമരസമിതി സിന്ദാബാദ്. ഇതുപോലെ പല ടൗണുകളും ദേശീയപാത 66 നിർമ്മാണം വന്ന സമയത്ത് 2ആയി മാറിയിട്ടുണ്ട്. ഏകദേശം അണ്ടർപാസ് കഴിഞ്ഞിട്ട് 500-600 മീറ്ററോളം ദൂരം മണ്ണിട്ടുയർത്തി 2 ഭാഗത്തും പോയിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സർവീസ് റോഡിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഒരു അണ്ടർപാസ് ഉണ്ട്. അത് അണ്ടർപാസ് കുറച്ച് താഴ്ത്തിയിട്ടാണ്. അപ്പോൾ അവിടെ മഴ വരുന്ന സമയത്ത് വെള്ളം അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ മോശമാണ്. അപ്പോൾ അതിനോടനുസരിച്ച് ഡ്രൈനേജിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 2ാമത്തെ അണ്ടർപാസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 അണ്ടർപാസും പൂർണ്ണമായിട്ട് നീലേശ്വരം ടൗൺ കവർ ചെയ്തിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇതിന്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്നത്. അപ്പം ഇവിടുത്തെ ജനങ്ങൾ പറയണത് ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് വേണം എന്നാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കണ്ട മാതിരത്തെ പാലം പണിയാണെങ്കിൽ 2 ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോകാൻ സുഖമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഭാഗം കിടക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞു പോകണം. അപ്പം നെടുങ്കണ്ട മുതൽ കരുവാച്ചേരി വരെയാണ് ഇവർക്ക് എലിവേറ്റർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞത്. അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ കണ്ടത്. അപ്പൊ ഈ പ്രശ്നം ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. പല സ്ഥലത്തും ഇതുപോലുള്ള നിർമ്മാണം വന്ന സമയത്ത് അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. പിന്നീട് ചില സ്ഥലത്ത് FOBകൾ പാസ്സായി കൊടുത്തു. പക്ഷെ ഇവിടെ മണ്ണിട്ടുയർത്ത പ്രദേശമായതുകൊണ്ട് FOB നിർമ്മിക്കാൻ സാധിക്കുകയില്ല. അപ്പം പ്രതിഷേധം 72ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്മളെ വീരമലക്കുന്നാണ്. പള്ളിക്കര റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ടാണ് വീരമലക്കുന്ന് വരുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് വീരമലക്കുന്ന്. അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മഴക്കാലം വന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഒരു വാഹനം അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. പള്ളിക്കര റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് കാര്യങ്കോട് കഴിഞ്ഞിട്ടാണ് തേജസ്വിനി ബ്രിഡ്ജ് വരുന്നത്. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും പുതിയ പാലം തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ. പഴയ പാലമൊന്നല്ല. പഴയ പാലം പൊളിച്ചു. ആദ്യം പുതിയ പാലം പണിത് ഒരു ഭാഗത്ത് 3 വരിപ്പാലം, അത് കഴിഞ്ഞ് മറുഭാഗത്തുള്ള പാലം പൊളിച്ചിട്ട് 2ാമത് പണിതിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡൊക്കെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കർബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നടപ്പാതകൾ 2 ഭാഗത്തുമുണ്ട്. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മൈച്ച ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വീരമലക്കുന്നിൽ ഇപ്പം നിലവിൽ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ബെഞ്ച് കട്ടിംഗ് എന്നുള്ള സംവിധാനം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം എത്തുന്നതിന് മുൻപായിട്ട് ഒരു കുന്നുണ്ടായിരുന്നു, ബംഗ്ലാവ് കുന്ന്. ആ ബംഗ്ലാവ് കുന്ന് മണ്ണിടിച്ച് സംഭവിച്ച സമയത്ത്
ഇപ്പോൾ അവിടെ ബെഞ്ച് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഒരു ഇങ്ങനെ സ്റ്റെപ്പ് രീതിയിലാണ്. അപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകൂല. എന്തായാലും പള്ളിക്കര റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ തേജസ്വിനി ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീരമലക്കുന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അന്തപ്പെടും. കാരണം അത്രത്തോളം വലിയ ഉയരമുള്ള കുന്നാണ്. ആ കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. സൈഡൊക്കെ ചെത്തി കഴിഞ്ഞിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തേജസ്വിനി ബ്രിഡ്ജ് കേട്ടോ. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഒരു വളവാണ്. കാസർഗോഡ് ജില്ലയിൽ ഇതേപോലെ കുറേ വളവുകളുണ്ട്. എനിക്ക് തോന്നുന്നു നിവർത്താൻ പറ്റാത്ത വളവുകൾ ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒന്ന് വളവുകൾ കുറച്ചിട്ട് ആറുവരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മളെ വീരമലക്കുന്ന് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പേടിയാവുന്നില്ലേ? വലിയൊരു കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഇങ്ങനെ മണ്ണെടുത്തിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൈച്ചാപ്പാലം രണ്ടും പുതിയ തന്നെയാണ്. ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള ഗതാഗതം അതിൽ കൂടെ കടത്തിവിടുന്നുണ്ട്. ഇവിടെ ആറുവരിപ്പാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളെ ഈ വീരമലക്കുന്നിൻ്റെ സൈഡിൽ മണ്ണെടുത്ത ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വലിയ ഹൈറ്റിലൊന്നുമില്ല. പിന്നീടാണ് സ്റ്റെപ്പ് കട്ടിങ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കട്ടിങ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറ്റിപ്പുറം ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറുവത്തൂർ ബൈപ്പാസിലുണ്ട് കേട്ടോ. പല സ്ഥലത്തും ഇതേമാതിരി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുത്തനാണ് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സംഭവിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ബെഞ്ച് കട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ ഇവിടെ കോൺക്രീറ്റ് വാൾ ഇത്ര നിർമ്മിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് ബെഞ്ച് കട്ടിങ് ചെയ്തിരിക്കുന്നത്. സോയിൽ നെയിലിംഗ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഷോർട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ മണ്ണ് ഇവിടെ നിർത്തുക കേട്ടോ. അപ്പം ഇപ്രാവശ്യം മഴ ശക്തമാവുന്ന സമയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകൂല എന്ന് നമുക്ക് കരുതാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റം ചെറിയ തോതിൽ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. കണ്ട് നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ മെഷ് മാതിരി സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ട്രീറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ ഇപ്പം നടക്കുന്നുണ്ട്. മഴക്കാലമാണ്, എന്നാലും ചെറിയ തോതിലുള്ള പണികൾ ലേറ്റ് ആവുന്നുണ്ട്. ഇവിടെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം നടത്തിയിരിക്കുന്നു. സെൻട്രൽ ഡിവൈഡർ നോക്കിയാൽ നല്ല വീതിയുണ്ട്. നമ്മൾ നേരത്തെ തളിപ്പറമ്പ് ബൈപ്പാസിലും അതുപോലെ തന്നെ നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസിലും കണ്ട മാതിരി തന്നെയാണ് ഇവിടുത്തെ ഡിവൈഡർ വന്നിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് സോയിൽ നെയിലിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഷോർട്ട് ട്രീറ്റ് ചെയ്യാനുള്ള പ്രദേശമാണിത്. ഇങ്ങനെയാണ് ബെഞ്ച് കട്ടിങ് വരിക. നോക്കിയാൽ നിങ്ങൾ ഒരു വലിയൊരു കുന്നിൻ്റെ സൈഡ് പൂർണ്ണമായിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ആറുവരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുൻപ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് നമ്മളെ ശിരൂർ അപകടം, നമ്മളെ അർജുൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ നഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള മണ്ണ് മാറ്റി റോഡ് നിർമ്മിച്ച സ്ഥലത്ത് സൈഡിൽ വാഹനം പാർക്ക് ചെയ്തിട്ടാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ട് അങ്ങനത്തെ അപകടം ഉണ്ടായത്. അപ്പോൾ ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമ്മുടെ ഡ്രൈവർമാർ വാഹനം പാർക്ക് ചെയ്യരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലോങ് ഷോട്ട് നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് ആ കുന്നിരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ എങ്ങനെയാണ് റോഡ് പണിതിരിക്കുന്നത്. ചെറിയ തോതിൽ മാത്രമേ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വലിയ ഉയരമില്ലാത്ത രീതിയിലാണ് അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നിർമ്മാണം ഇതിന് മുൻപ് ഭയങ്കര സംഭവം തന്നെയായിരുന്നു കേട്ടോ. കുറേ കാലം നിർത്തി വെച്ചിരുന്നു. കാരണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് മഴക്കാലം സംഭവിച്ച സമയത്തൊക്കെ. പിന്നീട് ഇപ്പോൾ രണ്ടാമതും പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും പണികളെല്ലാം അവസാന ഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മഴ വന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് മണ്ണ് ഇറങ്ങുമോ എന്നുള്ള സംശയമുണ്ട് പലർക്കും. എന്തായാലും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് വേണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ തളിപ്പറമ്പ് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ വലിയ വലിയ കുന്നുകളും അതിനോടനുബന്ധിച്ചുള്ള കുറേ വളവുകളുള്ള റോഡുകളും കാണാൻ സാധിക്കും കേട്ടോ. അവിടെയൊക്കെ വയഡക്റ്റുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുമുണ്ട്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലാണ് ഈ വീരമല കുന്നൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും വർക്കുകളൊക്കെ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറേ ഭാഗങ്ങൾ ഇനി പണി നടക്കാനുണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. കാരണം ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനുകളാണ് ദേശീയപാത 66 ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. മലപ്പുറത്ത് നിന്നും കാസർഗോഡ് ഭാഗം വന്നിട്ടാണ് ഇത്രയും അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അപ്ഡേഷനുകളും നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ.